in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. എന്നെ കേൾക്കുന്നവരെ, 23-ാം സങ്കീർത്തനത്തിൻ്റെ ആഴം 6 വാക്യങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട 5-ാം വാക്യത്തിനായി ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ ഏറ്റുപറയുന്നവരുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞാട്ടെ. എൻ്റെ പാനപാത്രമോ നിറഞ്ഞ് കവിയും. ഹല്ലേലൂയ. എൻ്റെ പാനപാത്രമോ നിറഞ്ഞ് കവിയെന്ന് ചിന്തിക്കുമ്പോൾ, ആ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുമ്പോൾ, ഒരു സാമ്പത്തിക അനുഗ്രഹം മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ നിലകളിലേക്കും കർത്താവ് ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. 6 വാക്യങ്ങൾ അടങ്ങുന്ന ഈ സങ്കീർത്തനത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മിനിമം 4 കാര്യങ്ങൾ കവിഞ്ഞൊഴുകുന്നത് കാണാൻ കഴിയും. അതിനകത്ത് 1, സ്വസ്ഥത ഇതാ കവിഞ്ഞൊഴുകുകയാണ്. 2, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാണൻ്റെ മുകളിൽ ഒരു കവിഞ്ഞൊഴുക്ക് സംഭവിക്കുകയാണ്. 3, ദൈവിക പ്രൊട്ടക്ഷൻ ഇതാ കവിഞ്ഞൊഴുകുകയാണ്. 4, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദൈവിക നന്മകൾ ഇതാ നിന്നെ പിന്തുടരാൻ നിൻ്റെ വെളിയിൽ കവിഞ്ഞൊഴുക്കായിട്ട്. ആ ആഴം എല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിനകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ ആഴം എന്ന് പറയുന്നത് 1-ാമത്തെ വാക്യമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചോ. ബന്ധത്തിനകത്ത് നിൽക്കുന്നവരോട് ദൈവത്തിന് പറയാനുണ്ട്, നിന്നെ മുമ്പോട്ട് നടത്താൻ എൻ്റെ ദൈവശക്തനാണ്. നിന്നെ അനുഗ്രഹിക്കാനും നിന്നെ കവിഞ്ഞൊഴുകുന്ന നന്മയിലേക്ക് നടത്താൻ എൻ്റെ ദൈവശക്തനാണ്. അപ്പോൾ ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ദൈവമോ. ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് ഇതാ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയൻ. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആ നല്ല ഇടയൻ എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി അവൻ സകലതും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് പുത്രത്വത്തിൻ്റെ ആഴം ഒന്ന് കാണണം. ഹല്ലേലൂയ. ഇതാ സ്വർഗത്തിൻ്റെ നിറവായ യേശു ക്രിസ്തുവിനെയാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പകരമായി യാഗമാക്കി തീർക്കുന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. ശൂന്യതയിലേക്കല്ല നിങ്ങൾ നോക്കുന്നത്, നിറവായ യേശുവിലേക്കാണ് നോക്കുന്നത്. ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ എന്ന് പറയുമ്പോൾ ചിലവരുടെ ജീവിതത്തിനകത്തേക്ക് ഇതാ കവിഞ്ഞൊഴുകുന്ന ഒരു ബ്ലെസ്സിങ് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ നിലകളിൽ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഈ ബന്ധം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു, ഞാനിതാ പിതാവിനോട് ചോദിച്ചു
ചോദിച്ച് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ അയച്ചു തരും. ഇത് ആ കാര്യസ്ഥൻ എന്നേക്കും കൂടെ ഇരിക്കുന്നവനാണ്, അവൻ സഹായകനാണ്, അവൻ സഹായിക്കുന്നവനാണ്. ആ സഹായകനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എന്നറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. എന്നെ കേൾക്കുന്ന ഒരു സ്വർഗത്തിലൊരു നല്ല പിതാവുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം നൽകുന്നുള്ളതാണ്. അധികം നൽകുന്ന എന്തിനെന്ന് ചോദിച്ചാൽ കൊരിന്ത്യർ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോൾ അടുത്ത വാക്യം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവോ നമുക്കിതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, പരിശുദ്ധാത്മാവ് ഒരാളുടെ മുന്നിൽ വന്നാൽ സ്വർഗത്തിൽ അവന് വേണ്ടി വെച്ചിരിക്കുന്ന കരുതലുകളുടെ ആഴം മനസ്സിലാകാൻ തുടങ്ങും. അത് മനസ്സിലാകുമ്പോഴാണ് ഇതാ പ്രവാചകൻ പറയുന്നത് പോലെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയും, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തൊരനുഭവം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഭക്തന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആഴം, നീ ദൈവത്തിൻ്റെ ആ ആഴത്തിൽ മുങ്ങുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നീ മുങ്ങുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ ഈ ഒരു പദം വിളിച്ച് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഉയരത്തിലെ ശക്തി നിന്റെ മേളിൽ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ വരും, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ നദിയിലേക്ക് ഇറങ്ങാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മുങ്ങാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നിൻ്റെ അതിരുകൾ വിസ്താരമാകാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്തൊരു കവിഞ്ഞൊഴുകുന്ന അനുഭവം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ആ കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് എൻ്റെ പാനപാത്രമോ നിറഞ്ഞു കവിയെന്നുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ആ ബന്ധത്തിനകത്ത് യഹോവ എൻ്റെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹത്വത്തിൻ്റെ ആഴത്തിൽ ഇപ്പോൾ പത്രോസിൻ്റെ പടകനെ മാത്രമല്ല അടുത്തുള്ള പടകളെ നിറച്ച ആ കവിഞ്ഞൊഴുക്ക് നിങ്ങളുടെ മേലിൽ വെളിപ്പെടുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആ ആത്മനദിയിലേക്ക് ഇതാ യേശു പറയുകയാണ്, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരിക, എന്നിൽ നിന്ന് അവർ കുടിക്കട്ടെ. അടുത്ത പദം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇതാ നിന്നിൽ നിന്നൊരു അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകുകയാണ്. നീ കർത്താവിൽ നിന്ന് കുടിക്കുന്ന ആളാണെങ്കിൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഇതാ നിന്നിൽ ഒരു അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ദാഹത്തോടെ എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ. ചില ജീവിതങ്ങളെ ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. പുത്രനെ തന്ന ദൈവം ഇതാ നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. ആ നിറവ് നിന്റെ വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. സ്വർഗത്തിൻ്റെ നിറവ് നിന്റെ വെളിയിൽ ഇപ്പോൾ വെളിപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇതാ ആഴമായി നിങ്ങളുടെ വെളിയിൽ വെളിപ്പെടുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കവിഞ്ഞൊഴുക്കുകൾ സംഭവിക്കട്ടെ. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. ഒരു അനുഗ്രഹത്തിൻ്റെ നദി, അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് വിരമളിൽ സംഭവിക്കട്ടെ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആ നദിക്കകത്തേക്ക് ഞങ്ങളുടെ മക്കളെ അങ്ങ് ഇറക്കുകയാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ്, ഇതൊരു സൗഖ്യത്തിൻ്റെ പ്രഭാതമാണ്, ഇതൊരു നിറവിൻ്റെ പ്രഭാതമാണ്. കർത്താവ് അത്ഭുതകരമായി അങ്ങയുടെ മക്കളെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരികയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും ഇപ്പോൾ തന്നെ ഈ കാണുന്ന വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുകയോ പ്രാർത്ഥിക്കുകയും ചെയ്യും. നിശ്ചയമായും ആ വലിയ വിടുതലുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ ലിങ്കുകൾ ഒരാൾക്ക് കൂടി നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.